ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്കൊന്ന് കട്ടൻ ചായക്കുള്ള വെള്ളം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെയുള്ള ചോറും കറിയും എല്ലാം ഉണ്ടാക്കും വേണേ. ഇന്ന് ഞാൻ ഉച്ചക്ക് എനിക്കും ചെറുതിനുമുള്ള ചോറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ചിലപ്പോൾ തോന്നും അത് ഉച്ചക്ക് തന്നെ അങ്ങോട്ട് രാത്രിക്കേക്കും കൂടെ ഉള്ളത് ഒപ്പരം അങ്ങോട്ട് വെച്ചാൽ മതിയേനൂന്ന്. എനിക്കാണെങ്കിൽ വൈകുന്നേരം ഈ അടുപ്പിൻ്റെ അടുത്ത് വരിക പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല, തിന്നാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ, വേഗം കുറച്ച് ചിക്കനും വാങ്ങുക, കുറച്ച് തേങ്ങാച്ചോറും ചിക്കൻ കറിയും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. തേങ്ങാച്ചോറ് ഇപ്പോൾ വേഗം കുക്കറിലാകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ. ചെമ്പിലൊന്നും അടുപ്പത്തേക്കൊന്നും പോയില്ല, വേഗം കുക്കറിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് തേങ്ങാച്ചോറ് വറ്റിച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് പെരുംജീരകവും വലിയ ജീരകവും പിന്നെ വെല്ലുള്ളിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് ഒന്നായ എണ്ണയിൽ വാട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. തേങ്ങാച്ചോറ് എന്ന് പേരേ ഉള്ളൂ, അതിൽ തേങ്ങ ഇട്ടില്ല. തേങ്ങ ഇടാത്ത തേങ്ങാച്ചോറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഒരു കളർ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ, എളുപ്പത്തിൽ പരിപാടിയും കഴിയും. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതന്നെയാണ് കേട്ടോ നമ്മളെ തേങ്ങാച്ചോറിൻ്റെ വെള്ളം അവിടെ റെഡി ആയിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ചാൽ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഒരു 2 വിസിലും അങ്ങോട്ട് അടിച്ചാൽ ചോറ് അവിടെ റെഡി ആയിക്കോളും. റേഷൻ അരിയാണ്. അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഇനിയിപ്പോൾ അടുത്തത് ചിക്കൻ കറിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സാലൻ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ഉള്ളി ഞാനൊന്ന് വേഗം കുക്കറിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വേഗം ചട്ടിയിലേക്ക് ഇട്ട് ബാക്കി പരിപാടികൾ അങ്ങോട്ട് നടക്കുക. ഇതിങ്ങോട്ട് വാടി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വേഗം എളുപ്പപ്പണിക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാണിക്കൽ. ഞാൻ പിന്നെ എളുപ്പപ്പണീൻ്റെ ഉസ്താദാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുമല്ലോ. അങ്ങനെ അതൊന്ന് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കറിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം അതിൽ മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ കൂടെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടിയും ഒരു ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അതൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കള പെരങ്ങിയതൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി എടുത്തു. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വാരിക്കൂട്ടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അടുക്കളയിൽ ഇറങ്ങിയാൽ പിന്നെ പാത്രം കഴുകാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വാരി വലിച്ചിടുന്നത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പാപ്പം അങ്ങോട്ട് കഴുകി വെക്കലാണ്. അങ്ങനെ എല്ലാം സെറ്റായി ഞങ്ങൾ ചോറ് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.